നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ധാരാളം ദന്താശുപത്രികൾ കാണാം. എന്താണ് ഈ ദന്താശുപത്രികൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്നറിയോ? ഇഷ്ടം പോലെ പല്ലുവേദനക്കാർ ഇത്തരം ആശുപത്രികളിൽ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ പല്ലുവേദനയ്ക്ക് നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ചെന്നാൽ, മെഡിക്കൽ ഡെൻ്റൽ കോളേജിൽ ചെന്നാൽ എനിക്കുണ്ടായ ഒരു അനുഭവമായിട്ട് പറയാൻ പോണേ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു അസഹ്യമായ പല്ലുവേദന കാരണം പല്ലിൻ്റെ പോടടയ്ക്കാൻ വേണ്ടി മെഡിക്കൽ ഡെൻ്റൽ കോളേജിൽ പോവുകയുണ്ടായി. അവിടെ ചെന്ന് കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ പോയി എക്സ്റേ ഒക്കെ എടുത്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന 401 കാണിക്കുക, 801 കാണിക്കുക, 2-3 സ്ഥലത്തേക്ക് എന്നെ വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പല്ലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒരു ഡേറ്റ് ഇടുന്നു. 6 മാസം തൊട്ട് 1 വർഷം വരെ ഉള്ളൊരു ഡേറ്റാണ് തന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മളൊരു പോസ്റ്റ് കാർഡൊക്കെ എടുത്ത് തൊട്ടടുത്ത ക്യാൻറ്റീനിൽ ചെന്നിട്ടൊരു പോസ്റ്റ് കാർഡ് എടുത്ത് നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റ്, ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു ഡേറ്റ് നമുക്ക് തരും. ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് വന്ന് നമ്മുടെ പല്ലിൻ്റെ പോടടയ്ക്കാം. പല്ലുവേദന അസഹ്യമായിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് പല്ല് ക്ലീനാക്കാൻ അടുത്ത സെക്ഷനിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു മെയ് മാസം ലാസ്റ്റാണ് താങ്കളുടെ ഡേറ്റ്, അതുവരെ അന്ന് വന്നാലാണ് പല്ല് ക്ലീനാക്കാൻ ആ ദിവസം അവർ എഴുതി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് പല്ലുവേദന കാരണം നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നമുക്ക് ഇത്രയും ദിവസം വൈകിയാണ് ഒരു ഡേറ്റ് കിട്ടുന്നത്. എന്നിട്ട് എനിക്ക് അവിടെ നിന്നൊരു മൗത്ത് വാഷ് മാത്രമാണ് കുറിച്ച് തന്നിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും പല്ല് ക്ലീൻ ചെയ്യുക, മൗത്ത് വാഷ് ഉപയോഗിക്കുക, ഇത് മാത്രമാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. പല്ലുവേദനയ്ക്ക് പ്രത്യേകിച്ച് ഗുളികകളും തന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ദന്താശുപത്രികൾ വരാനുള്ള കാരണം ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ വേണ്ട വിധത്തിലുള്ള പരിചരണം ലഭിക്കാത്തത് കൊണ്ടല്ലേ എന്ന്. കാരണം ഒരു ദന്തൽ കോളേജിൽ, ഇത്രയും ഡോക്ടർമാരൊക്കെയുള്ള ഒരു ദന്തൽ കോളേജിൽ ഒരു രോഗി അസഹ്യമായ പല്ലുവേദനയായിട്ട് ചെന്നാൽ അവന് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാതെ ഇത്രയും നാളത്തെ ഗ്യാപ്പിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ പിന്നെ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിനല്ലേ ആശ്രയിക്കുകയുള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കല്ലേ പോവുകയുള്ളൂ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വളർത്തുന്ന ഇതുപോലുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ നാടൊട്ടിക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിൽ പോലും 4-5 ദന്താശുപത്രികളാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഈ സർക്കാർ തന്നെയാണ്. സാധാരണ മെഡിക്കൽ കോളേജ് പോലുള്ള വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് ആ മെഡിക്കൽ കോളേജിൽ കൃത്യമായ സമയത്ത് രോഗികൾക്ക് വേണ്ട വിധത്തിലുള്ള ശുശ്രൂഷ നൽകാൻ കഴിയാത്ത ദന്തൽ കോളേജുകൾ നമ്മുടെ നാടിന് എന്തിനാണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ.